ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നിതാ പുറത്തേക്ക് നോക്കിയപ്പോൾ കണ്ട കാഴ്ചയാണ്. ഭയങ്കര മന്ദാരം അടിച്ച് കിടക്കുവാണ്. ആ, വലിയ ഒരു വെയിലൊന്നും കാണുന്നില്ല. ഇന്നൊരു മഴ പെയ്യുന്ന ലക്ഷണമൊക്കെ ഉണ്ട് കേട്ടോ രാവിലെ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പൊറോട്ട ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മാവൊക്കെ ഞാൻ ഇച്ചിരി നേരത്തെ എഴുന്നേറ്റ് ഒന്ന് കുഴച്ച് അയച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഇതുപോലെ ഞാൻ ഒന്ന് ബോളുകളായിട്ട് വെച്ചിട്ട് എണ്ണ തടവി കൊടുത്തിട്ടുണ്ട്. ഇനി അതവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് ബാക്കി പരിപാടികളൊക്കെ ചെയ്യണം. അപ്പം രാവിലെ എല്ലാവരും എഴുന്നേറ്റ് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ആ ടൈമിൽ നമുക്ക് ചായ അനത്തി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മോനുള്ള ബൂസ്റ്റ് കാച്ചുവാണ്. അപ്പോൾ ഇതുകൂടി അങ്ങ് നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അവൻ സ്കൂളിൽ പോകുന്ന ടൈം ആകുമ്പോഴത്തേക്ക് അത് ആറി വരുമല്ലോ. അതിന് വേണ്ടിയാണ് അത് മാറ്റി വെച്ചത്. പിന്നെ അതാ നമ്മൾ ഇന്ന് ഉള്ളി റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മുട്ട റോസ്റ്റ്, ഉള്ളി റോസ്റ്റ് അല്ല, മുട്ട റോസ്റ്റ്. അപ്പോൾ അതിനുള്ള ഉള്ളിക്കുള്ള റോസ്റ്റിനുള്ള ഐറ്റംസൊക്കെ ഞാൻ അരിഞ്ഞെടുക്കുവാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്ക് നമ്മുടെ മാവ് അവിടെ നല്ല സോഫ്റ്റായിട്ട് റെഡി ആയിട്ട് വരും. അപ്പോൾ ആ ഒരു അത്രയും ടൈം നമുക്ക് അതിന് കിട്ടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വയ്ക്കാമെന്ന് വിചാരിച്ചത്. എന്തായാലും ഇപ്പോൾ 2-3 ദിവസം കൊണ്ടേ നമുക്ക് നല്ല വെയിലൊന്നും ഇല്ലാത്തൊരു കാലാവസ്ഥയാണല്ലേ, മഴയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തുണിയൊക്കെ ഉണങ്ങി കിട്ടാൻ ഇച്ചിരി പാടാണ് ഇവിടെ. ഇനി നമുക്ക് നമ്മുടെ ആ ഒരു മുട്ട കൂടി ഒന്ന് പുഴുങ്ങിയെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുക്കറിനകത്തോട്ട് മുട്ട കൂടി ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് പുഴുങ്ങി വരുമ്പോഴത്തേക്ക് നമുക്ക് 2 വിസിലടിക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം. ഇവിടെ ഞാൻ ചോപ്പറിനകത്തിട്ടിട്ടാണ് ഒന്ന് അരിഞ്ഞെടുക്കാൻ പോകുന്നത്. അതാകുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് നല്ലതുപോലെ ഒന്ന് അരിഞ്ഞ് റെഡിയായിട്ട് കിട്ടും. അപ്പം ഞാനതൊന്ന് ചെറിയ കഷ്ണമാക്കി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് ഇനി ഇതൊന്ന് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് ഈ ചോപ്പറിലിട്ട് ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു കറിക്ക് ഇച്ചിരി കൂടി രുചിയുള്ളതുപോലെയാണ് തോന്നുന്നത്. കാരണം കുഞ്ഞായിട്ട് അരിഞ്ഞ് വരുമല്ലോ. അപ്പോൾ അതിന് ഇച്ചിരി കൂടെ ടേസ്റ്റ് കൂടുതലാണ്. നമ്മൾ സാധാരണ ഉള്ളി റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ വലുതായിട്ടല്ലേ നമ്മൾ അരിഞ്ഞിടുന്നത്. അപ്പോൾ ഇങ്ങനെ ചെറിയ രീതിയിൽ അരിഞ്ഞിടുവാണെങ്കിൽ നന്നായിട്ട് അതങ്ങ് വെന്തും കിട്ടും. ആ ഒരു നല്ലൊരു കറക്റ്റ് പരുവത്തിലിരിക്കുകയും ചെയ്യേ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ നല്ലതുപോലെ അങ്ങ് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലിട്ട് ഈ അമക്കുന്ന ടൈമിൽ മാത്രമേ ഉള്ളൂ ഒരു ഇച്ചിരി പാടുള്ളത്. ആദ്യത്തെ തവണയൊക്കെ ചെയ്യുമ്പം 2-3 പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അങ്ങ് ശരിയാവും. അങ്ങനെ അതൊക്കെ നമ്മൾ റെഡിയാക്കിയിട്ട് നമ്മുടെ അപ്പോഴത്തേക്ക് മുട്ട നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ നമ്മൾ അരിയൊക്കെ ഇട്ടിട്ടുണ്ട്. അത് അവിടെ ഇരുന്ന് ഒരു തവണ വേവുന്നുണ്ട്. പിന്നെ അതാ നമ്മൾ കറി വയ്ക്കാൻ വേണ്ടി ആ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളിയെല്ലാം കുക്കറിൽ എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ച് അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ മസാലകളൂടെ ചേർത്ത് വെച്ചിട്ട് ഇത് അടച്ച് വെച്ചിട്ട് അതവിടെ ഇരുന്ന് വേവട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് പിന്നെ നമ്മുടെ അടുത്ത പണി ചെയ്യാം. ഇതിനിടയ്ക്ക് അരിയും റെഡിയായിട്ട് വരുന്നുണ്ട്. അത് നമ്മൾ എടുത്തങ്ങ് അകത്ത് വെക്കുന്നുണ്ട്. റൈസ് കുക്കർ ഞാൻ ഈ കബോർഡിനകത്താണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതവിടെ റെഡിയാവുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പൊറോട്ട ശരിയാക്കി എടുക്കണം. അപ്പോൾ ഞാൻ ഓരോ ബോളും ഇതുപോലെ വെച്ചിട്ട് ഒന്ന് നല്ലതുപോലെ നീട്ടി പരത്തി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്നെടുത്ത് അടിച്ചും കൂടി എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിത് ചുറ്റിക്കെട്ടി അങ്ങ് വെക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് എണ്ണ കൂടി ഒന്ന് തടവി കൊടുക്കണം. അങ്ങനെ എല്ലാ ബോൾസും ഞാൻ ഇതുപോലെ ഒന്ന് ചുറ്റിക്കെട്ടി വെക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് ആദ്യം നമ്മൾ ചുറ്റി വെച്ചിരുന്ന ആ ഒരു ബോൾ കുറച്ച് ടൈമിലൊന്ന് ഇരിക്കുമല്ലോ. അപ്പോൾ ആ ടൈം കൊണ്ട് നമുക്ക് അതൊന്ന് സെറ്റായും കിട്ടും. നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിനൊക്കെ കുറച്ച് ടൈംസ് വേണ്ട പരിപാടികളാണ്. അപ്പോൾ നമ്മളെല്ലാ ബോൾസും ഇതുപോലെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതെല്ലാം ഒന്ന് പരത്തി എടുക്കാവേ. അപ്പം ഞാൻ ഇതുപോലെയാണ് പരത്തുന്നത്. നമ്മൾ ഡയറക്റ്റ് അങ്ങ് പരത്താൻ പാടില്ല. തിരിച്ചും മറിച്ചും ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് വേണം ഇതൊന്ന് പരത്തിയെടുക്കാം. അല്ലെങ്കിൽ ഇത് പൂർവ്വസ്ഥിതിയിൽ വീണ്ടും അങ്ങ് ചുരുങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ തിരിച്ചും മറിച്ചും ഒന്ന് വെച്ച് കൊടുത്തിട്ട് വേണം ഒന്ന് പരത്തിയെടുക്കാൻ. എങ്കിലേ അത് റെഡി ആകത്തുള്ളൂ. അപ്പോൾ ഞാൻ ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ടിട്ടാണ് ഈ പൊറോട്ട ഉണ്ടാക്കുന്നതിൽ ഫൈനലി ഞാൻ തന്നെ തപ്പിയെടുത്ത ഒരു റെസിപ്പിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. എല്ലാവരുടെയും കൂടെ ഇതിൽ നിന്ന് ഞാനൊരു ഇത് കണ്ടുപിടിച്ചിട്ട് ആ ഒരു റെസിപ്പിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. മറ്റേത് ഞാൻ ഉണ്ടാക്കുമ്പോൾ ശരിയാകത്തില്ലായിരുന്നു. എങ്ങനെ ഉണ്ടാക്കിയാലും ഒരു പൊറോട്ടയുടെ അടുത്ത് പോലും എത്തത്തില്ലായിരുന്നു. പിന്നെ ഇപ്പം ഉണ്ടാക്കി അത് എക്സ്പീരിയൻസ് ആയി. വലിയ കുഴപ്പമില്ലാതെ നമ്മൾ പൊറോട്ട റെഡിയായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാം ഇനി ചുട്ടെടുക്കുവാണ്.
ഇപ്പം എണ്ണയുടെ കളികളാണ് ഇവിടെ നടക്കുന്നത്. പരത്തുമ്പോഴും അയക്കുമ്പോഴും പിന്നെ അതേപോലെ തന്നെ നമ്മളിതുപോലെ ചുട്ടെടുക്കുന്ന സമയത്തും എണ്ണ വേണം. പിന്നെ അതാ ഞാൻ കൊണ്ടിട്ട് അടിച്ചൊക്കെ എടുക്കുന്നുണ്ട്. അത് രണ്ടെണ്ണം ചുട്ടിട്ടാണ് അടിച്ചടിച്ചെടുക്കുന്നത്. പിന്നെ അതെല്ലാം നമ്മൾ അതുപോലെ കാസറോളിനകത്തോട്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതാ നമ്മുടെ കറി ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് പിന്നെ മോന് ചോറ് കൊടുത്തു വിടുന്നില്ലേ. പിന്നെ അവനിന്ന് നമ്മളുടെ ക്യാൻറ്റീനിൽ നിന്നാണ് ഫുഡ് കഴിക്കുന്നത്. അതിനുള്ള നമ്മൾ പൈസ കൊടുത്തു വിട്ടിരുന്നാൽ മതിയേ. അവരുടെ സ്കൂളിൽ തന്നെ ക്യാൻറ്റീനുണ്ട്. പിന്നെ അതാ നമ്മളിന്ന് ബാക്കി ജോലികളൊക്കെ ഒതുക്കിയിട്ടൊന്ന് തയ്ക്കാനും കൂടി കയറിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ട് കൊടുക്കേണ്ട കുറച്ച് ടോപ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തയ്ച്ചെടുക്കാമെന്ന് പറഞ്ഞ് കയറിയതാണ്. അപ്പോൾ ഇത് ഫുള്ളായിട്ടൊന്നും ഞാനിവിടെ കൊടുത്തിട്ടില്ല, കുറച്ച് പോർഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇതൊരു 3 പാനൽ വരുന്ന ടോപ്പായിരുന്നു. അപ്പോൾ ഒരളവ് തന്നിട്ടുണ്ടായിരുന്നു. ആ ഒരളവിൽ നമ്മൾ ചെയ്ത് കൊടുത്താൽ മതിയായിരുന്നു. അവർ കൊണ്ടുവന്ന അളവും ഈ ഒരു 3 പാനലിൽ വരുന്നതായിരുന്നു. അപ്പം 2 എണ്ണത്തിന് ലൈനിങ് ഉണ്ട്. പിന്നെ ഇതിന് മാത്രം ലൈനിങ് ഇല്ല. പിന്നെ ഇതൊരു ഫ്ലാറ്റ് കോളറായിരുന്നു ഇതിന് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബാക്കി 2 വഴിയെ വരുന്ന വീഡിയോയിൽ ഞാൻ തയ്ച്ച് തീരുവാണെങ്കിൽ കാണിച്ചു തരാവേ. പിന്നെ അടുത്ത ദിവസത്തെ കാഴ്ചകളാണ് ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ അതാ നമ്മൾ ചോറ് അവിടെ ഇരുന്ന് വേവുന്നുണ്ട്. റൈസ് കുക്കറിൽ 2 തവണയാണ് നമ്മൾ ചോറ് വയ്ക്കുന്നത്. ഇവിടെ ഇഡലി നമ്മൾ റെഡിയാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മൾ വീണ്ടും ഇവിടെ ഇന്ന് മുട്ട റോസ്റ്റ് അല്ല ഉണ്ടാക്കുന്നത്. ഇന്ന് നമ്മൾ ചിക്കൻ കറിയാണ് വയ്ക്കാൻ പോകുന്നത്. അതിനുള്ള സവാളയാണ് നമ്മൾ അരിയാൻ പോകുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇന്നലെയും ഞാനിത് തന്നെ കുറേ സവാള എടുത്ത് വെച്ചിട്ട് അരിയുന്നത് കണ്ട് ഇന്നെന്താ സവാളയുടെ കളികളാണല്ലോ എന്ന് വിചാരിക്കും. ഇന്ന് നമ്മൾ ചിക്കൻ കറിയാണ്. അപ്പോൾ അത് ഇതുപോലെ ഞാൻ ചോപ്പറിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ ഇറച്ചിക്കറിക്ക് മുമ്പ് ചോപ്പർ കിട്ടുന്നതിന് മുമ്പ് വരെ സാധാ രീതിയിൽ അരിഞ്ഞുകൊണ്ടിരുന്ന ഞാനാണ്. ഇപ്പോൾ എനിക്ക് ചോപ്പർ കിട്ടിയിടം മുതൽ അതിനകത്തിട്ടാണ് പരിപാടി മൊത്തം. അതിലിട്ട് നല്ലതുപോലെ അങ്ങ് ഉടച്ചെടുക്കും. അപ്പം ചിക്കൻ കറിയിലെ സവാള മുഴച്ച് കിടക്കത്തില്ലല്ലോ, അപ്പോൾ അതിന് വേണ്ടി. അപ്പോൾ നമ്മളിവിടെ സവാള റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിന് വേണ്ടുന്ന ചേരുവകളൊക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഞാനൊന്ന് ക്യാരറ്റ് മെഴുക്ക് വരട്ടാൻ കൂടി അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ഉച്ചക്കത്തേക്കുള്ള ആ ഒരു മെനുവും രാവിലെ തന്നെ അങ്ങ് റെഡിയാവുമല്ലോ. അപ്പം മോന് സ്കൂളിൽ കൊടുത്തു വിടുന്നതും ഇന്ന് ഇത് തന്നെയാണ്. ചിക്കൻ പൊരിച്ചതും അവന് ക്യാരറ്റ് മെഴുക്ക് പുരട്ടി അതുപോലെ പപ്പടവും കൂടിയാണ് സ്കൂളിൽ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെല്ലാം നമ്മൾ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ ക്യാരറ്റിൽ കുറേ കേടുകളുണ്ടായിരുന്നു. മഴയുടെ ആ ഒരു ഇതായിട്ടായിരിക്കും കുറച്ച് കേടുകളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഞാനൊന്ന് കളഞ്ഞിട്ട് അത് നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. നീളത്തിലാണ് അരിഞ്ഞെടുക്കുന്നത് ക്യാരറ്റ്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയും വെന്തു, അതുപോലെ ക്യാരറ്റും ഇവിടെ സെറ്റായിട്ടുണ്ട്. പിന്നെ ഇത് അരപ്പ് പുരട്ടി വെച്ചിരിക്കുകയാണ് പൊരിക്കാൻ വേണ്ടി മോന് സ്കൂളിൽ കൊണ്ടുപോകാൻ. പിന്നെ നമ്മൾ ഇനി അടുക്കള ഒതുക്കുവാണ്. അപ്പോൾ അവനെയൊക്കെ ഞാൻ സ്കൂളിൽ വിട്ടിട്ട് വന്നിട്ടുണ്ട്. പിന്നെ പാത്രങ്ങളൊക്കെ ഇതുപോലെ കഴുകി നമ്മൾ എല്ലാം സ്റ്റാൻഡിലൊക്കെ മുകളിലൊക്കെ വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം നേരത്തെ ഒതുക്കിയിട്ട് വേണം അടുത്ത സ്റ്റിച്ചിങ്ങിനായിട്ട് കയറാനൊക്കെ. അപ്പോൾ താഴത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് വേണം അതിനായിട്ടൊക്കെ പോകാൻ. അതുകൊണ്ട് പെട്ടെന്ന് ഒതുക്കുവാണ് ജോലിയെല്ലാം. പിന്നെ നമുക്കിനി പെരയ്ക്കകം കൂടി ഒന്ന് തൂത്തെടുത്താൽ മതി. അപ്പോൾ പെരയ്ക്കകമൊക്കെ തൂത്തൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതുപോലെ നമ്മുടെ ആ ഒരു പുറത്തെ ആ ഒരു തിണ്ണയാണ് അതുകൂടി ഒന്ന് തൂത്ത് മാറ്റുന്നുണ്ട്. അവിടെ നിറച്ച് മണ്ണാണ്. കോൺക്രീറ്റ് ചെയ്തിട്ടേക്കുന്നത് കൊണ്ട് തന്നെ ആ സിമെൻറ്റിനകത്തൊക്കെ ആ ഒരു മണ്ണ് കയറി ഇരുന്നിട്ട് നടക്കുന്ന സമയത്തെല്ലാം കാലേ പിടിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതുകൂടി ഞാനിതുപോലെ ഒന്ന് തൂത്ത് വൃത്തിയാക്കി ഇടുന്നുണ്ട്. അത് തന്നെയല്ല, ചെരുപ്പിനകത്ത മണ്ണുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അതെല്ലാം ഒരു ചുമട് മണ്ണ് ഇവിടെ ഉണ്ടായിരിക്കുമേ. അപ്പോൾ ഇന്നെന്തായാലും നല്ലൊരു കാലാവസ്ഥയായിരുന്നു, നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആ ഒരു പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് പുറമൊന്ന് കാണിച്ചു തരാം. നല്ല വെയിലുണ്ടായിരുന്നു ഇന്നത്തെ ദിവസം. അപ്പോൾ കുറച്ച് ദിവസം മഴയായിരുന്നെങ്കിൽ ഇന്നൊരു അടിപൊളി വെയിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ കഴിക്കാനിരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇഡലി ഇറച്ചിക്കറിയായിട്ടാണ് രാവിലത്തെ നമ്മുടെ ആഹാരം കഴിച്ചത്. പിന്നെ അവിടെ ഞാൻ കുറേ സംഭവങ്ങളൊക്കെ വെട്ടിക്കൂട്ടിയിട്ടിട്ടുണ്ട് മേശപ്പുറത്ത് തന്നെ. ഇനി അതൊക്കെ ഒന്ന് തയ്ച്ചെടുക്കണം. പിന്നെ നമ്മൾ തുണി മടക്കാൻ വേണ്ടിയാണ് പോയത്. ഇനി ഇതും കൂടി മടക്കി കഴിയുമ്പം കുളിയും പാസ്സാക്കിയ ഇന്നത്തെ എൻ്റെ പരിപാടികളെല്ലാം കഴിയുമേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഗൈസ്. അതുപോലെ തന്നെ ആ ഒരു ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് അമർത്തണേ.
അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. പിന്നെ 2 പ്രാവശ്യം നമ്മൾ ചോറ് റൈസ് കുക്കറിനകത്ത് വെക്കുകയല്ല ചെയ്യുന്നത്, 2 പ്രാവശ്യം ഒന്ന് തിളപ്പിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്.